الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون الذين هم عن اللغو معرضون والذين هم لفروجهم حافظون والذين هم للزكاة فاعلون. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സത്യവിശ്വാസിയുടെ ലക്ഷണങ്ങളും അവരിലുണ്ടാകുന്ന ഗുണങ്ങളും അതുവഴി അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അമ്പാടും പ്രതിപാദിപ്പിക്കുന്നുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ യഥാർത്ഥ ഗുണമെന്നുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്നെയാണ്. അതാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ സത്യവിശ്വാസികളെ കുറിച്ച് ഒരുപാട് തവണ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിശ്ചയം വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, അവർ നിസ്കാരത്തിൽ ഭയഭക്തി സൂക്ഷിക്കുന്നവരും വെറും വർത്തമാനങ്ങളെ ഒഴിവാക്കുന്നവരും സകാത്ത് കൊടുത്ത് തന്റെ സ്വന്തം ശരീരത്തെ ശുദ്ധി വരുത്തുന്നവരും ഭാര്യമാരെയോ തന്റെ അടിമപ്പെട്ടവരെയോ നിന്ന് തന്റെ ഗുഹ്യ ഭാഗങ്ങളെ സൂക്ഷിക്കുന്നവരുമാണ്. പ്രിയമുള്ളവരെ, സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിന് ഭയഭക്തിയാണ്. ഏതൊരു മുസ്ലിമിനും ഏതൊരു മുകല്ലഫായ മുസ്ലിമിന്റെ നിസ്കാരം നിർബന്ധമാണ്. പക്ഷേ മുഅ്മിന് വെറുമൊരു നിസ്കാരമായാൽ പോരാതെ ആ നിസ്കാരം ഭയഭക്തിയോടുള്ള നിസ്കാരമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ നമസ്കാരത്തിന്റെ സമയമായെന്നറിഞ്ഞ ഉടനെ തന്നെ വുളൂ ചെയ്ത് ഭയഭക്തിയോടെ നിസ്കരിച്ചാലുണ്ടല്ലോ, അവന്റെ വൻ ദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്, വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. വെറും വർത്തമാനങ്ങളെ ഒഴിവാക്കലാണ്. തമാശ, കളവ് പറയൽ, ചീത്ത പറയലൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. പ്രിയമുള്ളവരെ, ആ വെറും വർത്തമാനങ്ങൾ പറയുന്ന സമയത്തുണ്ടല്ലോ, ആ വെറും വർത്തമാനങ്ങൾ പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് എടുത്താൽ അവനാണ് സത്യവിശ്വാസി, അവനാണ് സത്യവിശ്വാസി. പ്രിയമുള്ളവരെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ വല്ലദീന ഹും ലിസ്സകാത്തി ഫായിലൂൻ. സകാത്ത് കൊടുത്ത് തന്റെ സ്വന്തം ശരീരത്തെ ശുദ്ധി വരുത്തലാണ്. സമ്പത്ത് ഒരുപാടുണ്ടായാൽ പോരാ, അത് സമൂഹത്തിന് കൊടുക്കാനുള്ളൊരു മനസ്സ് വേണം അവനിക്ക്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലായ ഈ ലോകത്തിന്റെ അവസാന നബിയായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ശുദ്ധ ഈമാനിന്റെ പകുതിയാണ് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന വചനമുണ്ടല്ലോ, നന്മകൾ തൂക്കുന്ന തുലാസിനെ നിറക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന ഈ രണ്ട് വചനങ്ങളുണ്ടല്ലോ, നിത്യമായി പറയുന്നവന്റെ നിസ്കാരത്തിന് ശേഷം നിത്യമായി ഓതുന്നവരുണ്ടല്ലോ, അത് ആകാശഭൂമികളെ നിറക്കുന്നതാണ്. നമസ്കാരം പ്രകാശമാണ്, സക്കാത്ത് തെളിവാണ്. നബി തങ്ങൾ സക്കാത്ത് തെളിവാണെന്ന് പറഞ്ഞതിന് ഒരു ഉദ്ദേശമുണ്ട്. പ്രിയമുള്ളവരെ,
ആരെങ്കിലും ഒരാൾ സക്കാത്ത് കൊടുത്താൽ, ആരെങ്കിലും ഒരാൾ ചെറിയ സംഖ്യ പോലും സക്കാത്ത് കൊടുത്താലുണ്ടല്ലോ, അവന്റെ ഈമാനുണ്ടല്ലോ, അവന്റെ നന്മകളിൽ അത് തെളിവായി നിൽക്കുന്നതാണ്. അവൻ സഭയിൽ അവൻ കർഷിന്റെ തണല് കിട്ടുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാലാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. തന്റെ ഗുഹ്യ ഭാഗങ്ങളുണ്ടല്ലോ, ഭാര്യമാരെയോ തന്റെ അടിമപ്പെട്ടവരെയോ അല്ലെങ്കിൽ തന്റെ ഗുഹ്യ ഭാഗങ്ങളെ സൂക്ഷിക്കലാണ്. ഇതിന് പുറമേ തേടുന്നവർ അതിരുവിട്ടവരാണ്. പ്രിയമുള്ളവരെ, അഞ്ചാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീനഹും ലിഅമാനതിഹിം വഅഹദിഹിം റാഊൻ. ആരെങ്കിലും ഒരു ഉടമ്പടി വെച്ചാൽ, ആരെങ്കിലും ഒരാൾ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ, ആരെങ്കിലും ഒരാൾ ഒരു കരാർ ചെയ്താൽ, ആ കരാറിൽ എന്താണോ അതുപോലെ ചെയ്യുന്ന, ആ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം എന്താണോ അതുപോലെ നൽകുന്ന ഒരാളാണ് ഒരു സത്യവിശ്വാസി. പ്രിയമുള്ളവരെ, ആറാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീനഹും അലാ സലാത്തി യുഹാഫിളൂൻ. നമസ്കാരത്തിലെ കൃത്യതയാണ് കേട്ടോ, നമസ്കാരത്തിലെ കൃത്യതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മുസ്ലിമിന്റെ മുക്കല്ലഫായ മുസ്ലിമിന്റെ നമസ്കാരം നിർബന്ധമാണ്. പക്ഷേ സമയാക്രമം കൃത്യതയോടെ ഭയഭക്തിയോടെ നമസ്കരിച്ചാൽ അവന്റെ സ്വർഗമുറപ്പാ, അതിന് സംശയമില്ല കൂട്ടുകാരാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലയോ എൻ്റെ നബിയെ, അല്ലയോ എൻ്റെ പൊന്നാര നബിയെ, ലോകത്തിലെ ഏറ്റവും വലിയ കർമ്മം ഏതാണ്? നമസ്കാരമാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതോടുകൂടെ ആലിയ വിഭാഗത്തിന്റെ സ്പീച്ച്, ഇതോടുകൂടെ സാനിയ വിഭാഗത്തിന്റെ